ഇന്നത്തെ റെസിപ്പി മാങ്ങാ പച്ചടിയാണ്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു മാങ്ങ ചെറുതായി കൊത്തി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 15 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത്. ഈ ചുവന്നുള്ളിക്ക് പകരം സവോള ചേർത്താലും കുഴപ്പമില്ല, പക്ഷെ ചുവന്നുള്ളിക്കാണ് കൂടുതൽ ടേസ്റ്റ്. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, താളിക്കാനായിട്ട് വറ്റൽമുളക്, കറിവേപ്പില, കടുക് ചതച്ചത് 1/2 ടീസ്പൂൺ, തേങ്ങാപ്പാൽ 1 കപ്പ്, എണ്ണ ആവശ്യത്തിന്. ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഉപ്പ് ആവശ്യത്തിന്, കടുക് 1 ടീസ്പൂൺ. ആദ്യം തന്നെ നമ്മൾ കറി വെക്കാനുള്ള ചട്ടി എടുത്ത് എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് ഇളക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ നന്നായിട്ട് കൊത്തി അരിഞ്ഞതുകൊണ്ട് ഒത്തിരി സമയം വെക്കേണ്ടതില്ല. 2-3 മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് കിട്ടും. ഇപ്പം മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞ് തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച കടുകിടാം. ഇനി ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഇട്ടിട്ട് വാങ്ങാം. മാങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട്.